ഒരു പാവല്, അതുപോലെ തന്നെ 2 കുക്കുംബർ. അടുത്ത നെക്സ്റ്റ് ഒരു പാവല്, അതിൻ്റെ ഇടയിൽ 2 കുക്കുംബർ. അപ്പോൾ ഈ ഒരു ലൈനിലായിട്ട് നമുക്ക് ഒരു വരിയിൽ 6 പാവലും അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഏകദേശം ഒരു 14ഓളം കുക്കുംബർ നടാൻ പറ്റും. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും കാർഷിക ഗ്രാമത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം പാവലും കുക്കുംബറും അത് ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും 2 വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്ത് അതിലൂടെ ഒരു അധികം വരുമാനം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശമാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഒരു കൃഷിയിൽ വരുന്ന നഷ്ടത്തെ നികത്തുന്നതിന് അതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സൈഡിൽ നേരത്തെ നമ്മൾ ഫുള്ളായിട്ട് ചീര ഇട്ടുന്ന സൈറ്റാണ്. അപ്പോൾ ചീര എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 15 ദിവസത്തിന് മുന്നേ നമ്മൾ കുഴിയെടുത്ത് കുമ്മായിട്ട് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പാവൽ നടുമ്പോൾ ഒരു കുഴിയിൽ നിന്നും അടുത്ത കുഴിയിലേക്കുള്ള അകലം 9 അടി 10 അടി ആ ഒരു കണക്കിനാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 അടി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ, അതായത് ഈ ഒരു പാവല് നട്ട് അതിൻ്റെ 2 സൈഡിലും നമ്മൾ ഒരേ മൂട് കുക്കുംബർ കൂടി നടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പാവലിൻ്റെ അകലം കുറച്ചുകൂടെ കൂട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പാവല് ഒരു മൂട്ടിൽ നമ്മൾ സാധാരണ നടുന്ന പോലെ 5ഓ 6ഓ മൂട് നടുന്നുണ്ട്. നമുക്കൊരു 5 മൂട് പാവൽ കിട്ടണം. കുക്കുംബർ ഒരു മൂട്ടിൽ 1 മൂടാണ് നമ്മൾ നടുന്നത്. പാവല് ഏകദേശം കായ്ക്കാൻ നമുക്ക് 2 മാസം എടുക്കും. കുക്കുംബർ നമുക്ക് ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ പാവൽ കായ്ച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കുക്കുംബറിന്റെ വിളവെടുപ്പ് ഏകദേശം ഒരു പകുതി കഴിയും. അപ്പോൾ രണ്ടും നമുക്ക് നല്ല ഒരു വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യത കണക്കാക്കിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടിൻ്റെയും, കുക്കുംബറിൻ്റെയും പാവലിൻ്റെയും തൈകൾ നമ്മൾ ട്രേയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല പാവലിൻ്റെ തൈയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ നടുന്ന പ്രീതി എന്ന് പറയുന്ന ഇനമാണ് നമ്മൾ ഇപ്പോഴും നടുന്നത്. കുക്കുംബർ ഇത് സ്നോ വൈറ്റ് കുക്കുംബറിന്റെ ഇതാണ്. അത് രണ്ടും നമ്മൾ 15 ദിവസമായിട്ട് റെഡിയാക്കി ഇരിക്കുകയാണ്. പിരിച്ചു നടാൻ നല്ല പാകത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, തൈയൊക്കെ നല്ല അടിപൊളി വേരൊക്കെ വന്നിട്ട് നല്ലതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 15 ദിവസത്തിന് മുന്നേ നമ്മൾ കുമ്മായിട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അടിവളമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്, സാധാരണയായിട്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് കോഴിവളമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ കൊടുത്തിരിക്കുന്നത് ചാണകമാണ്, ചാണകപ്പൊടിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്, ഉണക്ക ചാണകം. അപ്പോൾ അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും ഓൾറെഡി നമ്മൾ കൊടുത്തു. നല്ല ഈർപ്പമൊക്കെ ഉണ്ടായിരുന്നു, നല്ല പരുവത്തിന് കിടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നടുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്ന PGPR ഫസ്റ്റും വാമും, അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് തൈ നടാം. അപ്പോൾ PGPR ഫസ്റ്റ് ആണിത്. ഇത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇത് 3ഉം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് സാധാരണഗതിയിൽ നമ്മൾ ഒരു കുറച്ച് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. ഓക്കെ, PGPR ഫസ്റ്റ് ഇട്ടു. ഇനി ഇത് നല്ലതുപോലെ നമ്മൾ മണ്ണിൽ ഇളക്കി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുക്കുംബറിന് നമുക്ക് PGPR കുറച്ചിട്ട് കൊടുക്കാം. അത് ഒരു ചെറിയ മൂടായതുകൊണ്ട് നമുക്ക് അതിൽ കുറച്ച് മാത്രം കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മണ്ണിൽ ഇളക്കി ചേർക്കാം. ഈർപ്പം ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. ഇത് നമ്മൾ അടിവെള്ളം കൊടുത്തതിന് ശേഷം എപ്പോഴും മണ്ണിൽ നനവുണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരു പക്ഷേ മഴയൊന്നും ഇല്ലാത്തൊരവസ്ഥ കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് എപ്പോഴും ഈർപ്പം നിലനിർത്തണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വാം കുഴി എടുത്തതിന് ശേഷം വാം ഇട്ടിട്ട് തൈ നടാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു കുഴിയിൽ 6 തൈയാണ് നമ്മൾ നടുന്നത്. നമുക്കൊരു 5 തൈയെങ്കിലും കിട്ടണം. അപ്പോൾ ഈ 6 തൈ വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു തൈ പോയാലും നമുക്ക് 5 തൈ കിട്ടിയാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് 6 തൈ വന്നു കഴിഞ്ഞാൽ ഒരു തൈ നമുക്ക് പുഴുത് മാറ്റാം, കുഴപ്പമില്ല.
അപ്പോൾ അതിന് തൈ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 6 തൈ നടുന്നത്. നമുക്ക് വാം മൈക്രോ റൈസ ആണ് വാം. നമ്മളത് ഒരു കുഴിയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് തൈ പിരിച്ച് കുഴിയിലേക്ക് നടാം. തൈ നല്ല 5 ഇല പാകമായിട്ടുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നടാനായിട്ട് പറ്റിയ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാവലിന്റെ തൈ നട്ട് കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു 3 ദിവസം നമുക്ക് രാവിലെ വൈകുന്നേരത്ത് നനച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ചൂടിനെ പ്രതിരോധിച്ച് നല്ല ഗ്രോത്ത് ആയിട്ട് വളർന്നു വരത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് കുക്കുംബർ. അപ്പോൾ ഈ ഒരു പാവല്, അതുപോലെ തന്നെ 2 കുക്കുംബർ, അടുത്ത നെക്സ്റ്റ് ഒരു പാവല്, അതിൻ്റെ ഇടയിൽ 2 കുക്കുംബർ. അപ്പൊ ഈ ഒരു ലൈനിലായിട്ട് നമുക്ക് ഒരു വരിയിൽ 6 പാവലും അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഏകദേശം ഒരു 14ഓളം കുക്കുംബർ നടാൻ പറ്റും. അതിലേക്കും കുറച്ച് വാം ഇട്ട് കൊടുക്കുന്നു. ഇനി കുക്കുംബർ, സ്നോ വൈറ്റ് കുക്കുംബറാണ്, നമ്മുടെ നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കുംബർ നട്ട് കഴിഞ്ഞു. ഓൾറെഡി നമുക്കിവിടെ പന്തലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നനച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നതനുസരിച്ച് നമുക്ക് മുകളിലേക്ക് പന്തലിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് കമ്പെല്ലാം കുത്തി കൊടുക്കണം, ചണമെല്ലാം കുത്തി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.